ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ ബേക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുന്തിരിങ്ങ വൈനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ എടുത്ത് നിരത്തി ഉണങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ഞാനിത് തലേദിവസമാണ് എടുത്ത് റെഡിയാക്കി വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ഉണങ്ങി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഏകദേശം ഇവിടെ ഒരു 4 കിലോ മുന്തിരിങ്ങയുണ്ട് കേട്ടോ. ഇത് 4 കിലോ മുന്തിരിങ്ങയിലേക്ക് കുറച്ച് കറുകപ്പട്ടയും 10-15 ഏലക്ക, 10-15 ഗ്രാമ്പൂ, 2 ടീസ്പൂൺ ഈസ്റ്റ്, മധുരത്തിനാവശ്യമായ പഞ്ചസാര, തിളപ്പിച്ചാറിയ വെള്ളം, ഉണങ്ങി വൃത്തിയായ ഭരണി അല്ലെ ഗ്ലാസ് ജാറ്. ഞാനിവിടെ തേതിഞ്ഞൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് ഈ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 400 ഗ്രാം പഞ്ചസാര അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം വരെയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് മധുരം കുറച്ച് കുറവ് മതിയായതുകൊണ്ടാണ് ഞാൻ 400 ഗ്രാം ചേർക്കുന്നത്. ഇനി നമുക്ക് മുന്തിരിങ്ങയും പഞ്ചസാരയും ഇടവിട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഈ മുന്തിരിങ്ങേനെ ഇതുപോലെ മിക്സ് ചെയ്ത് ഉടച്ച് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കഴിയുന്നത് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഉടൻ തവി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ വലിയ ഉടൻ തവി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്പൂണിട്ട് ചെയ്യുന്നത്. സ്റ്റീൽ സ്പൂണിട്ട് ചെയ്യുമ്പോൾ ഭരണിക്ക് ഡാമേജ് ഒന്നും വരാതെ വളരെ ശ്രദ്ധയോടെ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മാറി മുന്തിരിങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നമ്മൾ എല്ലാം മുഴുവനും ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അവസാനം നമ്മൾ പഞ്ചസാരയും എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലയും ഈസ്റ്റും എല്ലാം ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ മുന്തിരിങ്ങയുടെ മുകളിൽ ലെവലിൽ നിന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു മുന്തിരിങ്ങയുടെ മുകളിലായിട്ട് നിന്നാൽ മതി, കൂടുതലൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് എല്ലാം കൂടെ ഫൈനലി ഒന്നും കൂടെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് ഇത് മൂടി വെക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഏകദേശം ഇത്രയും വെള്ളം മതി കേട്ടോ. ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇളക്കി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനിവിടെ മൂടി വെക്കാം. ഞാനൊരു 21 ദിവസത്തേക്കാണ് ഇത് റെഡിയാക്കി വെക്കുന്നത്. എല്ലാ 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇത് ഇളക്കി കൊടുക്കണം, പ്രത്യേകം മറന്നു പോകരുത്. പിന്നെ നമുക്കിത് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഞാനൊരു കറുത്ത കവറിട്ടും കൂടെ മൂടുകയാണ്, ഒട്ടും വെട്ടമൊന്നും കയറാതിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 21 ദിവസം കഴിഞ്ഞു. എൻ്റെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം, എന്തായെന്ന് നോക്കാം. അപ്പം പ്രത്യേകം എല്ലാ 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഇളക്കി കൊടുത്ത് 21 ദിവസം ആയതാണ് കേട്ടോ ഇത്. നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്ത് അരിച്ചെടുക്കാം. ബാക്കി മുന്തിരിങ്ങയുടെ നമുക്ക് ഇതിനെ ഒരു തുണിയിലൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയും കൂടെ ചെയ്യണം. അപ്പം വൈനിൻ്റെ എല്ലാ അംശവും എല്ലാം നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വേറെ ഒരു അരിപ്പയിലും കൂടെ അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്തത് വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല കളറും നല്ല മണവും ഉള്ള വൈനാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് വീര്യവും കൂടിയൊരു വൈനാണ് കേട്ടോ. അപ്പം ഞാനിത് കുറച്ചെടുത്ത് എൻ്റെ അമ്മച്ചിക്ക് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കട്ടെ, എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം കേൾക്കാമല്ലോ. അപ്പോൾ അതിന് ശേഷം ബാക്കി വന്ന വൈനെല്ലാം നമുക്ക് കുപ്പിയിലെടുത്ത് വെക്കാവുന്നതാണ്, സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും, ഇതിനൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് വെച്ച് കുപ്പിയിൽ ഇത് ഏകദേശം ഒരു 3 കുപ്പി ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വൈൻ റെസിപ്പിയാണ്. എളുപ്പമാണല്ലേ, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നിങ്ങൾ ഈ വൈൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരത്തെ തന്നെ നേരുകയാണ്. വൈൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.